പയ്യന്നൂരിൽ ചെമ്മീൻ കൃഷി ഷെഡിന് തീയിട്ട സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതം. This news is brought to you by ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ MLA അനുകൂലി പുരുഷോത്തമന്റെ ചെമ്മീൻ കൃഷി നടത്തുന്ന സ്ഥലത്തെ കെട്ടിടത്തിന് തീയിട്ട സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം ആരംഭിച്ചു. പയ്യന്നൂർ പോലീസിന്റെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തി പുരുഷോത്തമനോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. വർഷങ്ങളായി ഉപജീവനമാർഗം എന്ന നിലയിൽ ചെമ്മീൻ കൃഷി നടത്തുന്ന കൃഷിയിടം കഴിഞ്ഞ രാത്രിയിലാണ് തീവച്ച് നശിപ്പിച്ചതെന്നും അക്രമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തണമെന്നും വ്യക്തിപരമായി തന്നോട് വൈരാഗ്യമുള്ളവരാണോ ഇത് ചെയ്തതെന്ന് സംശയമുണ്ടെന്നും പുരുഷോത്തമൻ പോലീസിനോട് പറഞ്ഞു. കൃഷിക്കായി കെട്ടിയൊരുക്കിയ ഷെഡിൽ സൂക്ഷിച്ച ചെമ്മീൻ തീറ്റകളും കത്തിനശിച്ചു. പുരുഷോത്തമന്റെ മൊഴിയെടുത്ത പോലീസ് സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണത്തിലാണ്. എൻ്റെ ഫാം പറഞ്ഞാൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ കൃഷി നടത്തുന്നുണ്ടായിട്ടില്ല. കാരണം എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നമുണ്ട്. എനിക്ക് ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞാണ്, അതുപോലെ തന്നെ സ്ട്രോക്ക് വന്നതാണ്, പേസ് മേക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ആരോഗ്യം വളരെ മോശമാണ്. അതുകൊണ്ട് 2 വർഷമായിട്ട് കൃഷി നടത്തിയിട്ട ഇപ്പോഴും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി വന്നപ്പോഴാണ് ഒരു കൃഷി ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് കൃഷി ആരംഭിച്ചത്. ആ കൃഷി നശിപ്പിക്കുന്നതിലാണ് ഇപ്പം ഈ പറയുന്ന രീതിയിലുള്ള അവിടുത്തെ കെട്ടിടങ്ങളും കാര്യങ്ങളും എല്ലാ സാധന സാമഗ്രികളും മുഴുവൻ നശിപ്പിച്ചത്. അതുമാത്രമല്ല, ആ ഫാമിനകത്തും എന്തോ ഒരു ദ്രാവകം ഇതിനകത്ത് ഒഴിച്ചായിട്ട് കാണുന്നതിൻ്റെ മേലെയൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ പാട കണക്കെ കാണുന്നുണ്ട്, സാധാരണ ഇല്ലാത്തതാണത്. അപ്പോൾ എന്താ ഒഴിച്ചു നമുക്കറിയില്ല. അപ്പോൾ അതൊക്കെ സയൻറ്റിഫിക് എവിഡൻസ് എടുത്താൽ മാത്രമേ അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ചെയ്യുന്നത് പയ്യന്നൂരിലെ CPM-മായി ബന്ധപ്പെട്ട ആളുകൾ എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഇതിൻ്റെ മേലെ കേസ് വരണം എന്ന് പറഞ്ഞാൽ ഇപ്പം പോലീസ് കേസ് ഇട്ടിട്ട് കാര്യമില്ല. നേരത്തെ പി കുഞ്ഞേഷിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കെതിരായിട്ടും കേസ് വന്നിരുന്നു. അല്ല, മുഴുവൻ ആളുകൾക്ക് പല രീതിയിൽ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പരാതി കൊടുത്തപ്പോൾ അതിനകത്ത് FIR ഇട്ടിട്ടുണ്ട്. പക്ഷേ ആ FIR ഇട്ടതിൽ എൻ്റെ വീടും കാറും ആക്രമിച്ച കേസിന് മാത്രമാണ് ആളുകൾ അറസ്റ്റ് ചെയ്തത്. അതൊരു സയൻറ്റിഫിക് എവിഡൻസ് എടുത്തിട്ട് പോലീസ് വളരെ നന്നായി മെനക്കെട്ടിട്ടാണ് അത് ഉണ്ടാക്കിയത്. പക്ഷേ ഒറ്റ കേസും അറസ്റ്റ് നടന്നില്ല. അന്ന് ആ പ്രസന്നൻ്റെ വണ്ടി കത്തിച്ചത് മുതൽ അതിലുള്ള പ്രതികളെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഈ സംഭവങ്ങൾ നടക്കില്ലായിരുന്നു. അപ്പോൾ പോലീസ് കൃത്യമായി നിയമസമാധാനം പാലിക്കാൻ പോലീസ് തയ്യാറാകണം. യഥാർത്ഥ കുറ്റവാളികൾ ആരാണോ, ഈ ക്രിമിനൽസ് ആരാണോ, ആ ക്രിമിനൽസിനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോലീസ് തയ്യാറാണെന്നാണ് പറയാനുള്ളത്. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.